എവിടെ പോവാ? ഡൈക്കറ്റ് സ്മാർട്ട്. അതെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് ഡൈക്കറ്റ് സ്മാർട്ടിലേക്കാണ്. എനിക്കും പാറുനും സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഇതാ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ഡൈക്കറ്റ് സ്മാർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ഡൈക്കറ്റ് സ്മാർട്ടിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് കാണാം. അകത്ത് ചെന്നപ്പോൾ ഗൈസ് അന്തം വിട്ടുപോയി. അന്യായ തിരക്ക്. പാറുവിന് എന്ത് തിരക്ക്! അവൾ അതിന്റെ ഇടയിൽ കൂടെ നൂണ്ടുപോയിട്ട് അവളുടെ പണി തുടങ്ങി. ഒരുപാട് ക്യൂട്ട് സാധനങ്ങളുടെ ഒരു വേൾഡ് ആണ് ഗൈസ് ഇത്. എന്തോരം ക്യൂട്ട് സാധനങ്ങളാന്ന് നോക്കിക്കേ. അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് പാറുതാ ഒരു സ്റ്റിക്കറും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അല്ല, അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കും ഇഷ്ടപ്പെട്ടു. ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള കീചെയിനും പേനയൊക്കെ കണ്ടിട്ട് ആ കടയോട് കൂടി അങ്ങ് വാരി എടുക്കാൻ തോന്നുക. ദേ പല ടൈപ്പ് പേനകൾ നോക്കിക്കേ, കൊതിയാവും അമേരിക്കാൻ. ദേ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ നോക്കിക്കേ, സോ ക്യൂട്ട് അല്ലേ. ദേ മറ്റേ ക്രിസ്മസ് അപ്പൂപ്പന് കൂട്ടായിട്ട് വേറൊരു അപ്പൂപ്പൻ. അങ്ങനെ നോക്കി നോക്കി ഞങ്ങൾക്കുള്ളതും ക്രിസ്മസ് ഫ്രണ്ടിനുള്ളതും അങ്ങനെ എല്ലാവർക്കും ഉള്ളത് കിട്ടി. അവിടെ നിന്ന് ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും മനസ്സില്ലാ മനസ്സോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. അവക്കും ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും എല്ലാവരും അവിടെ നിന്ന് പോന്നു. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് എടപ്പള്ളി പള്ളിയിലും കൂടി പോയേക്കാം. അവിടെ ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് ക്രിസ്മസിന് വേണ്ടി അടിപൊളിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ വണ്ടിയിൽ ഇതാ എടപ്പള്ളി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി എത്തി. അങ്ങനെ പള്ളിയിൽ എത്തിയപ്പോഴത്തേക്ക് എന്താ 5-6 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലൈറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ഞാനൊന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാന്ന്, സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി. ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ഓണാക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ എടപ്പള്ളി പള്ളി. അങ്ങനെ പ്രാർത്ഥിച്ച് പള്ളിയൊക്കെ ചുറ്റിയടിച്ച് കണ്ട് ഇനി ലൈറ്റ് ഓൺ ആവാനുള്ള കാത്തിരിപ്പിലാണ്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡാൻസും കളിച്ച് കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്, അത് പുറകെ വരും കേട്ടോ. അങ്ങനെ പുറത്ത് ലൈറ്റ് ഒക്കെ കത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നടക്കാനായിട്ട് അങ്ങ് ഇറങ്ങി. ലൈറ്റ് ഓൺ ആയെങ്കിലും കുറച്ചും കൂടി രാത്രി ആയാലേ ആ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എങ്കിലും കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ചും കൂടി രാത്രി ആവാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ നിന്ന് സമയം കളയുമായിരുന്നു ഞങ്ങള്. അങ്ങനെ സമയം കളഞ്ഞോണ്ടിരുന്നപ്പോഴാ പാറു പറഞ്ഞത് അവൾക്ക് ദാഹിക്കുന്നെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇവിടെ അടുത്തായിട്ട് ഒരു ജ്യൂസ് കട ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിൽ മിൽക്ക്, ഷാർജ ഷേക്ക്, മോയിട്ടോ അതും 39 രൂപ മുതൽ. എടാ മോനെ. അങ്ങനെ അവിടെ കയറി കഴിഞ്ഞപ്പോ ഓരോരുത്തർക്കും വേണ്ടത് അവരവർ ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ അച്ചുക്കുട്ടപ്പൻ. കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട്. അച്ഛൻ ഒരു കോഫിയാണ് പറഞ്ഞത്, അതുകൊണ്ട് അത് ആദ്യം കിട്ടി. അത് കഴിഞ്ഞിട്ട് വന്നതൊക്കെ ഒന്ന് നോക്കിക്കേ. അവക്കാഡോ അവിൽ മിൽക്ക്, ചോക്ലേറ്റ് ഷേക്ക്, കിവി മോയിട്ടോ എല്ലാം നല്ല കിടു സാധനം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതാണ് പാറു പറഞ്ഞ ചീസി ലോഡഡ് ഫ്രൈസ്. മോനെ, ഇത് സൂപ്പർ സാധനമായിരുന്നു കേട്ടാ. അങ്ങനെ അതെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ മോനെ നോക്കിയേ, സ്റ്റാറൊക്കെ നിന്ന് കറങ്ങുന്നു. വേറെ ലെവലായിരുന്നു കേട്ടാ. ഇത് നോക്കിക്കേ, നേരത്തെ ഇവിടുന്ന് പോയതിനെക്കാട്ടിലും എന്ത് ലുക്കാന്ന് നോക്കിക്കേ, ഫുൾ അടിപൊളി. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാ? നേരെ വിട്ടു വൈറ്റിലയിലുള്ള ഡെക്കാത്തലോണിലേക്ക്. അവിടേക്ക് ഒന്ന് കറങ്ങിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. അത് കാരണം അവിടുന്ന് 2-3 ഫ്രൂട്ട് ജ്യൂസ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് അങ്ങ് പോയി. അടുത്തതാ ഈ കാണുന്നത് തന്നെ ഫോറം മോള്. ഇന്ന് ഫുൾ കറക്കുക. അകത്ത് കയറി കഴിഞ്ഞപ്പോ ഇവിടെയും ക്രിസ്മസ് ഒക്കെ സെറ്റ് ആയിരിക്കുക. ഇതാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. കൂടെ ഒന്ന് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവരുടെ ഒരു കിടിലൻ ഡാൻസ് അത് വഴിയേ വരുവേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് മാളിൽ വെറുതെ കറങ്ങിയടിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ അപ്പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരാൾക്കൂട്ടം. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോഴാണ് ഇതേ അവിടെ എഴുതി വെച്ചേക്കുന്നു കൊച്ചി മാർക്കറ്റ്. ആദ്യം അതെന്താന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി അത് ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു ചെറിയ മാർക്കറ്റാണ്. ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല, ഞങ്ങൾ പുറത്തു നിന്ന് സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെയും കൂടുതലും ക്രിസ്മസിന്റെ ഐറ്റംസ് ആയിരുന്നു വിൽക്കാൻ വെച്ചിരുന്നത്. അവിടെയാണെങ്കിൽ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ പറ്റിയ ഡെക്കറേഷൻസ്, സ്റ്റാർ, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ക്രിസ്മസിന് വേണ്ട ഐറ്റംസ് എല്ലാം വീട്ടിൽ ഓൾറെഡി സെറ്റ് ആയ കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റിന്റെ 2-3 സാധനം മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് 1-2 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഫോർമോളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള കഫേ സ്ട്രീറ്റിലാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അത് കഴിക്കാനും തുടങ്ങി.
ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഹോട്ടലിൽ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ടാറ്റ ബൈ ബൈ, സീ യു.